നമസ്കാരം. JB ജംഗ്ഷന്റെ പുതിയൊരു പതിപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആരായിരിക്കും? ഉയരക്കുറവുണ്ടെങ്കിലും നിശ്ചയദാർഢ്യം കൊണ്ടും അഭിനയശേഷി കൊണ്ടും പ്രേക്ഷകന്റെ മനസ്സിൽ 6 അടിക്കപ്പുറത്തേക്ക് വളർന്ന ഒരു സമ്പൂർണ്ണ കലാകാരൻ, കാതികൻ, മിമിക്രി താരം, അഭിനേതാവ്, സംവിധായകൻ, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഗിന്നസ് പക്രു. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. പക്രു, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ വിചാരിച്ച ഭാരമല്ല ഉള്ളു കേട്ടോ. ഞാൻ വിചാരിച്ചു എടുത്തപ്പോൾ നല്ല കനം കുറവാന്ന് വിചാരിച്ചെടുത്താ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്നെ എടുത്തിട്ട്, വിചാരിച്ച പോലെ അല്ലല്ലോ. കാരണം ചിലർ വന്ന് ഈസി ആയിട്ടൊക്കെ അങ്ങ് എടുക്കും. അപ്പോൾ നമ്മൾ ഒരു ഭാരം എടുക്കാൻ വേണ്ടി അതിന് മുമ്പ് പ്രിപ്പയർ ആവുമല്ലോ. ഒരു വെയിറ്റ് ഉള്ളൊരു സാധനം, ഒരു 100 കിലോയുടെ സംഭവമാണെന്ന് ഏകദേശം അറിയാമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മനോധൈര്യത്തോടു കൂടിയായിരിക്കും പിടിക്കുന്നത്. കൂളായിട്ട് എടുക്കുന്നവരുടെ നടുവിൽ പ്രശ്നം വരും. അപ്പോൾ അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. നമ്മുടെ മമ്മൂക്കയ്ക്ക് പണി 1-2 വട്ടം കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക എന്നെ 2-3 തവണ എടുത്തിട്ട് ഒരു തവണ പറഞ്ഞു, വിചാരിച്ച പോലെ അല്ലോടാ. പക്രു ഈ ജംഗ്ഷനിൽ വരണം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. വലിയ സന്തോഷമാണ് സാർ. കാരണം ഈ പ്രോഗ്രാം കാണാറുണ്ട്, സാറിൻ്റെ ചോദ്യങ്ങളും അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള കലാകാരന്മാരോട് തമാശയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. കുറച്ച് കാര്യഗൗരവമുള്ള അല്ലെ എന്തെങ്കിലും ഒരു വളരെ നമുക്ക് കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ്. അതിന് പറ്റുന്ന ഒരു വലിയ വേദി തന്നെയാണ് JB ജംഗ്ഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ സൈസിന് ഇത് JB ജംഗ്ഷൻ അല്ല, ഇത് JB ടൗണാണ് നമ്മുടെ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ. പക്രുവിൻ്റെ ഈ ഒരു നർമ്മം അല്ലെങ്കിൽ നർമ്മത്തിലൂടെ കാര്യം പറഞ്ഞ രീതി, ഞാൻ പക്രുവിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി. ഒരു ചെറിയ മനുഷ്യനിൽ നിന്ന് വലിയ മനുഷ്യനിലേക്കുള്ള പക്രുവിൻ്റെ ആ പ്രയാണം. ഞാൻ ആമുഖത്തിൽ പറയായിരുന്നു, ചെറിയ മനുഷ്യനാണെങ്കിലും പ്രേക്ഷകൻ്റെ മനസ്സിൽ കഴിവ് കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും പക്രു 6 അടിക്ക് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. കാഴ്ച എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. പക്രു തിരിച്ചറിയുന്നുണ്ട് ഈ വളർച്ച? തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാനങ്ങ് പൂർണ്ണമായിട്ട് വളർന്നു എന്നുള്ള ഒരു വിദ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകൻ്റെ മനസ്സിൽ എനിക്ക് 6 അടി ഉയരത്തിലാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നോടുള്ളൊരു സമീപനം. ഞാൻ എന്ത് ചെയ്താലും എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചും അല്ലാതെയും. പിന്നെ മറ്റൊരു കാര്യം, ഒരു സിനിമയാണെങ്കിൽ കൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ സ്റ്റേജിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ വരുമ്പോഴുണ്ടാകാവുന്ന പ്രേക്ഷകൻ്റെ ആ ഒരു കയ്യടിയുണ്ട്, അല്ല അവരുടെ ഒരു ആവേശമുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് അവരുടെ മനസ്സിൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ കാണാൻ അവരെത്രത്തോളം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവരെത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടപ്പക്രു എന്നുള്ള അജയന് ഉയരമുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒന്നും പറയാൻ പറ്റില്ല സാർ. എന്തായാലും ഞാൻ കലയിൽ തന്നെ കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം കലയ്ക്ക് ഉയരക്കുറവോ ഒന്നുമില്ല. പക്ഷേ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു അറിയപ്പെടുന്ന, അല്ല ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയ ഒരു എക്സ്പോസ് എന്ന് പറയുന്നൊരു സംഭവം ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കാം. എന്നാൽ തന്നെയും എവിടെയെങ്കിലും ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ നമ്മുടെ ഈ കലാലോകത്ത്. ആരും അറിയപ്പെടാതെ പോകുന്ന, അല്ലെ ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്ന കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. അവരിലൊരാളാവാം. ഒരു താരം വളരെ തമാശയ്ക്ക് പറഞ്ഞു, നിനക്ക് ഈ പുകക്കുറവില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ കോട്ടയത്ത് കല്ല് ചുമക്കാൻ പോകേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള തമാശകളും ഉണ്ട്. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ തമാശക്കുള്ളിലൊരു കാര്യമുണ്ട് പക്രു. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഒരു അവസ്ഥയായിരിക്കാം നമുക്ക് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കി തരുന്നത്. അതെ. അപ്പോൾ പക്രുവിൻ്റെ മനസ്സ് ഭയങ്കര നിശ്ചയദാർഢ്യമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഒരു 6 അടിയോ 8 അടിയോ 7 അടിയോ 10 അടിയോ ഉള്ളവനേക്കാൾ കൂടുതൽ, അങ്ങനെയുള്ള ആൾക്കാരില്ല എങ്കിൽ പോലും വലിയ ഉയരമുള്ളവനേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യത്തിന് വലിപ്പം കൂടുതലാണ്. പക്രുവിൻ്റെ ഒരു ജീവിതരേഖയിലൂടെ എങ്ങനെ വെറുതെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ
ആ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ. പക്ഷെ അവിടെയൊന്നും തടർന്നില്ല പക്രു. ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയരം കുറഞ്ഞ ആളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. എപ്പോഴായിരുന്നു അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ പക്രു പൊക്കം വെക്കുമെന്ന് പക്രു വിചാരിച്ചിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ ഒപ്പം അത്രേ ഉള്ളൂ. എനിക്കിപ്പോഴും ഒരു എന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികം വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. 4ാം ക്ലാസ് വരെ പക്രു വിചാരിച്ചിരിക്കുന്നത് മറ്റേതൊരു കുഞ്ഞിനെ പോലെയും കുട്ടിയെ പോലെയും വളരാൻ പോവുകയാണെന്ന് വിചാരിച്ചു. പിന്നെ മറ്റ് കൂട്ടുകാരല്ലേ മറ്റ് ആളുകളൊക്കെ എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കാണിച്ചിട്ടുണ്ട്, എൻ്റെ അധ്യാപകരുൾപ്പെടെ. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ മിടുക്കനായ ഒരു കുട്ടിയോട് അധ്യാപകർക്കൊക്കെ തോന്നുന്ന ഒരു ഇഷ്ടം, സ്നേഹം എന്നുള്ളതല്ലാതെ എൻ്റെ ഈ ഒരു ശാരീരിക അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ ബോധം. എവിടെ വെച്ചാണ് പക്രുവിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിളർ പോലെ ഞാൻ ഇവിടെ നിൽക്കാൻ പോവുകയാണ്, എൻ്റെ ഉയരം ഇവിടെ അസ്തമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോഴാണ്? ഒരു ചേട്ടൻ വളരെ സാധാരണക്കാരനാണ്, ഒരു കൂലിപ്പണിക്കാരനാണ് പുള്ളി. അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ ഇവിടെ ഒരു വീട്ടു ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആ പുള്ളിക്കാരി ബൂസ്റ്റ് കലക്കി ഇദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു. ഞാൻ അവിടെയുണ്ട്. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നീ കുടിക്ക്, നീ വളരട്ടെ എന്ന് പറഞ്ഞു. സ്നേഹത്തോടെ നീ കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു വാക്ക് വളരട്ടെ അതെന്താണെന്നറിയില്ല. പിന്നീട് എനിക്ക് ഈ ഒരു സംശയം ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റ് എൽ പി സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം ഞാൻ 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തേടി പോകുന്ന സമയത്ത് എന്നെ അമ്മ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക. അമ്മയായിട്ട് ഞാൻ സ്കൂളിൽ ചെല്ലുന്നു. അഡ്മിഷൻ പല കുട്ടികൾക്കും കിട്ടുന്നു. അവരെല്ലാം സന്തോഷത്തോടെ നീ ഉണ്ടാവില്ലേ ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് കൂട്ടുകാരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്ററെ പോയി കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്കൊന്നും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, വല്ലവരും തട്ടിമറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമാവും, അതുകൊണ്ടില്ല എന്ന് പറഞ്ഞു. അന്ന് എന്നെ എടുത്തു വെച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് അമ്മയൊന്ന് ഏങ്ങലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് ഞാൻ കൂടുതൽ നമ്മളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. എൻ്റേതായിട്ടുള്ള ഇതാണ് എനിക്ക് കുഴപ്പം എന്നുള്ളത് എവിടെയോ തിരിച്ചറിഞ്ഞു. അറിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയായിട്ട് നിന്നത് എൻ്റെ അമ്മയും. തകർന്നു പോയോ പക്രു? ഇല്ല, ഒരിക്കലും ഇല്ല. തകർന്നിട്ടില്ല. കുട്ടികളുടെ പോലെ ഞാൻ ആകില്ല, എൻ്റെ ഉയരം ഇവിടെ അവസാനിച്ചു എന്നറിഞ്ഞപ്പോൾ അതാണ് സത്യം. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ എന്നോടുള്ള ആൾക്കാരുടെ മനോഭാവമാകാം. എന്നെ ഒരിക്കലും ഒരു കൂട്ടത്തിൽ നിന്നും വിട്ടിട്ടില്ല, ആരും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തും അവരെന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കലും എനിക്ക് ഇപ്പോൾ ഞാൻ ഈ സമയം വരെയും ഇതൊന്നും അല്ലെങ്കിൽ കൂടി ഞാൻ പോയി ആരോടെങ്കിലും ഒന്ന് കുറച്ച് നേരം കൂടുതൽ സംസാരിച്ചാൽ അവരെൻ്റെ ഒരു നല്ല സുഹൃത്തായി മാറും. അത് കഴിയുമ്പോൾ ആ സുഹൃത്ത് തന്നെ പറയും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നൊന്നും തോന്നില്ല കേട്ടോ, ആദ്യം കാണുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ചയിലുള്ളൊരു കൗതുകമുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലെ മെച്ചൂർഡായി എന്ന് വേണേൽ പറയാം. കാരണം അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജീവിതത്തിൻ്റെ ഒരവസ്ഥ. കാരണം ഞാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തൊന്നും എനിക്ക് വീടില്ല, സാമ്പത്തികമായിട്ട് വളരെ മോശമായ ഒരവസ്ഥയാണ്. അമ്മയ്ക്കും അച്ഛനും ഉള്ളൊരു ചെറിയ ജോലി കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ഞാനിങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആ സമയത്താണ് സ്കൂളിൽ യുവജനോത്സവം വരുന്നത്. എല്ലാ കാരണം എണ്ണത്തിൽ കുറവാണ് സ്കൂളിൽ കുട്ടികൾ. അപ്പോൾ യുവജനോത്സവമൊക്കെ ഒന്ന് കാര്യമായിട്ട് നടക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സ് നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞു, അജയനും എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ നമ്മളെ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ സമയത്ത് ഏറ്റവും വലിയ ജനകീയ കലയെന്ന് പറഞ്ഞാൽ കഥാപ്രസംഗമാണ്. ഒറ്റയ്ക്ക് നിന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ താളബോധവും ഈ കൊട്ടും കാര്യങ്ങളും
ഈ എന്തെങ്കിലും ടിന്നും കാര്യങ്ങളൊക്കെ കിട്ടി എടുത്ത് വെച്ച് കൊട്ടലും. അച്ഛനൊരു കലാകാരനാണല്ലേ? കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം വളരെ വലിയൊരു കലാസ്നേഹിയാണ്. അത്യാവശ്യം അച്ഛൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധവും പുള്ളിയുടെ പഴയ കാലഘട്ടത്തിലൊക്കെ ചെറുതായിട്ട് കഥ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പം കഥാപ്രസംഗം നമ്പറാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കഥാപ്രസംഗം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാതികൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കഥയൊക്കെ വെച്ച് ഒരു ചെറിയ ജുബയൊക്കെ ഇട്ട് സ്കൂളിൽ ചെന്നു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്യാൻ പോകുന്നത്, കഥാപ്രസംഗം. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. എങ്ങനെയാ? അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതികൻ സ്റ്റേജിൽ കയറി എന്നാൽ കാണണ്ടേ, അത് വലിയൊരു കുഴപ്പമായി. അപ്പോഴാണ് എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, ഒരു ടേബിൾ ഇട്ടിട്ട് കാതികൻ അതിൻ്റെ മേളിൽ നിർത്തിയിട്ട് ഒരു സൈഡിൽ ഹാർമോണിയം ഒരു സൈഡിൽ തബല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കൊച്ചു കാതികൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കർട്ടനൊക്കെ അങ്ങോട്ട് പൊങ്ങി, എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാനങ്ങോട്ട് വന്നിട്ട്, കലാസ്നേഹികളായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരോടുമുള്ള അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞാൻ എൻ്റെ കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന കഥ മാറ്റുവിൻ ചട്ടങ്ങളെ. അവിടെ സിമ്പലാണ്. ആ സിമ്പൽ അടിച്ചത് ഞാനൊന്ന് ഞെട്ടി. കാരണം അത്ര സ്ട്രോങ് ആയിട്ടൊരു സാധനത്തിന്റെ കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ. ആ ഞെട്ടലും ഓഡിയൻസിൽ നിന്നൊരു ചിരി. ഒറ്റ കഥാപ്രസംഗ നമ്പറിൽ പിള്ളേരെ കയ്യിലെടുത്തു എന്ന് മാത്രമല്ല, അന്ന് ആ ടീച്ചേഴ്സ് വളരെ സന്തോഷത്തോടു കൂടി എനിക്കൊരു വിളക്ക് സമ്മാനിച്ചു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യം. ആ വിളക്ക് കൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മയും അച്ഛനും എന്താ പറഞ്ഞത്? വലിയ സന്തോഷമായി. കാരണം ആ വിളക്ക് ചെറുതായിരുന്നെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമ്മുടെ അരപ്പക്കം വരുന്നൊരു വിളക്കായിരുന്നു. ആ വിളക്ക് കത്തിച്ചത് ഒരു വലിയൊരു ജീവിതമായിരുന്നു. അതെ, അതായിരുന്നു ഒരു വലിയ, അതും അധ്യാപകർ തന്നത്. അതുപോലെ തന്നെ നമുക്ക് അല്ലെ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. ആ സ്റ്റേജ് ഫ്രൈറ്റ് അവിടെ നിന്ന് മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, ആ കഥ തീർന്ന സമയത്ത് ഇതുപോലെ തന്നെ ആ പ്രേക്ഷകരിൽ നിന്നൊരു ക്ലാപ്സ് വന്നു, എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഒരു സപ്പോർട്ട്. ഒറ്റ സിമ്പിൾ അടിക്ക് പക്രൂരിന്റെ ഉള്ളിലെ പേടി പോയി. പിന്നീട് ഞാൻ ആ ടേബിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പക്രൂന് വളരെ വേണ്ടപ്പെട്ട ഒരാള്. അജയുടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, അജയ് ദൈവമായിട്ട് അജയ്യെ ഇങ്ങനെ സൃഷ്ടിച്ചു. അജയ് ആ ഒരു ഇതിൽ തന്നെ അജയ് ഇത്രയും അധികം പ്രശസ്തനായി, ഇത്രയധികം സിനിമകൾ ചെയ്തു, ഗിന്നസ് ബുക്കിൽ വരെ പേര് വന്നു. വളരെ അപൂർവമായിട്ട് ചില നടന്മാർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് അജയ്ക്ക് കിട്ടിയത്. ഒരുപക്ഷെ ദൈവം താങ്കളെ കുറച്ചുകൂടെ ഉയരമുള്ള ഒരാളാക്കിയിരുന്നെങ്കിൽ താങ്കൾ ജീവിതത്തിൽ എന്തായി തീരുമായിരുന്നു? ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ എന്തായി തീരുമായിരുന്നു? ഈ ചോദ്യം ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് പലരും. അതെ, ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു ഉത്തരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ സർ. വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ ഒരു ധൈര്യമുണ്ട്, നമുക്ക് അത്യാവശ്യം ശരീരം കൊണ്ട് ചെയ്യാവുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. പക്ഷേ ഇത് ഇത്തിരി റിസ്ക് ആയിപ്പോയി. കാരണം എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്രു, എൻ്റെ ഇടയ്ക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ നിർലോഭ പിന്തുണ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം, സമൂഹത്തിൻ്റെ അന്തരീക്ഷം, നമ്മൾ തന്നെ കണ്ണാടി നോക്കുമ്പോൾ നോക്കാറില്ലായിരുന്നു? ഉണ്ട്, നോക്കാറുണ്ട്. അങ്ങനെയൊരു സീൻ എൻ്റെ പടത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടിയും കോലും എന്ന് പറഞ്ഞ് ഞാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നമ്മൾ തിരിച്ചറിയുന്നൊരവസ്ഥയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇത് തന്നെയാണ്. പിന്നീട് ഒരുപാട് വ്യക്തികൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലരും ഇത് വെച്ചിട്ട് കോംപ്ലക്സായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ഇതേക്കുറിച്ച് ആലോചിച്ച് അയ്യോ ഞാനിങ്ങനെ ആയാലോ, ടെൻഷൻ, മറ്റാളുകളുടെ മുന്നിലോട്ട് പോകാനൊരു വൈമുഖ്യം, വീട്ടിലാരും സ്വീകരിക്കുന്നില്ല, എന്താണ് പറയാനുള്ളത് കേൾക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകളുണ്ടാവും. അപ്പം നമ്മളിലേക്ക് അങ്ങ് ചുരുങ്ങും. ഞാൻ വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെങ്ങനെയായോ അങ്ങനെയായി. നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കണം. നമുക്ക്
എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ മാക്സിമം നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്രു, സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പല കുടുംബങ്ങളും കാണുന്നത് അവരെ പൊതിഞ്ഞു വെക്കും. എൻ്റെ അമ്മ എന്നെ പൊതിഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ് സത്യം. പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഈ കഥാപ്രസംഗത്തിൽ ഈ സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ മത്സര വേദികളിലേക്ക് എന്നെ കൊണ്ടുപോയി. അമ്മയുടെ കൈ പിടിച്ചാൽ ഞാൻ പോകുന്നു, അമ്മ എടുത്തുകൊണ്ടൊക്കെ പോകും. ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ, പ്രസ്ഥാനങ്ങൾ, പത്രപ്രസ്ഥാനങ്ങൾ. അവിടെയൊക്കെ ചെന്ന് എനിക്ക് സമ്മാനം കിട്ടുമ്പോൾ അവർ വലിയ വാർത്തയായിട്ട് കൊടുക്കും. ആ വലിയ വാർത്തയാണ് എൻ്റെ പിന്തുണ. കാരണം അങ്ങനെ സ്കൂൾ യുവജനോത്സവ വേദി, കലാപ്രതിഭ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബാനറിലാണ് പിന്നീട് എനിക്ക് സ്റ്റേജ് ഷോസ്. പക്രുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്താശകലങ്ങളും അതിങ്ങനെ അക്ഷരങ്ങളിങ്ങനെ കണ്ണിലേക്ക് തള്ളി വരുമ്പോൾ ഒരുപക്ഷെ പക്രുവിൻ്റെ മനസ്സിലുള്ള ആ ഒരു നിശ്ചയദാർഢ്യം വർദ്ധിക്കുകയായിരിക്കും. അതെ, പക്രുവിനുള്ള ഒരു സവിശേഷത, പക്രുവിനെ അറിയാവുന്ന ആൾക്കാർ പറയുന്നത് അമ്മയുടെ നിർലോഭമായ പിന്തുണ, ചില അധ്യാപകരുടെ പിന്തുണ, പക്ഷേ സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു ഒത്തിരി. അതിപ്പോഴും ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഒരു സെക്കൻഡ് നോക്കാൻ വേണമെങ്കിൽ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ ചെറുതും വലുതുമായ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താനായിട്ട് കൊച്ചിന് സാധിക്കുന്നു? കാരണം ഇത് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും സീനിയറായിട്ടുള്ളൊരു സുഹൃത്ത് ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് മോനോട് ചോദിക്കുന്നത്, എങ്ങനെ കൊച്ചിനത് സാധിക്കും? പക്രു കൊച്ചെ എങ്ങനെയാണ്? അന്ന് സിമ്പൽ അടിച്ചെന്ന് പറഞ്ഞ ആളില്ലേ, ആ ആളാണ് ഇയാള്. ഓ, ഇയാളാണ് ആ പഹയൻ. ഈ പഹയനാണെന്ന് അടിച്ച് നമ്മുടെ പേടി കൊണ്ട് കളഞ്ഞത്. ആ 4ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ എന്നോടൊപ്പം അന്ന് ഇദ്ദേഹം കോങ്കോ ഡ്രാമ വായിക്കുന്നത്, അതിനൊപ്പം ഒരു സിമ്പലും ഉണ്ട്. ഈ സമയത്തൊക്കെ ഇയാളൊരു രസികനാണ്. പിന്നീട് ഞങ്ങൾ കഥാപ്രസംഗ ട്രൂപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ചേട്ടൻ്റെ കോമ്പിനേഷനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് ഒരു 2 man ഷോ കോമഡി. മൂപ്പറെ കൂട്ടി ഇദ്ദേഹവും ഞാനും കൂടെ കൂടിയിട്ടാണ്. ഇദ്ദേഹം ചോദിക്കും, ഞാൻ തമാശ പറയും, ഓഡിയൻസ് ചിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിനൊരു ഭയങ്കര പഞ്ച് വന്നു. എന്തായിരുന്നു അന്നത്തെ നമ്പറുകൾ? അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യം മൂപ്പർ ചോദിക്കുക? പുള്ളി ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മാഷായിരിക്കും, ഞാൻ കുട്ടിയായിരിക്കും. ഓക്കെ. ഒരു സാമ്പിൾ, ഒരു വെടിക്കെട്ട്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കൊച്ചുകുട്ടിയുണ്ട്, അവൻ്റെ അച്ഛനോ അവൻ്റെ അച്ഛന് മണലുവാരാ ജോലി എന്ന് പറയുന്നത് പോലെയുള്ള ചില തമാശകൾ. അന്ന് അത് മതിയായിരുന്നു. ഇന്ന് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഓടിക്കും. പക്ഷേ അന്ന് ഞങ്ങളിങ്ങനെയുള്ള ചില 1 man ഷോ 2 man ഷോ ഒക്കെ ചെയ്ത് വളരെ സജീവമായിട്ട് സ്റ്റേജിൽ വന്നു. കഥാപ്രസംഗം പയ്യെ അങ്ങോട്ട് മാറ്റിവെച്ചു. കാരണം എനിക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്, ബ്രീത്ത് പ്രശ്നമായി വന്നു. ഞാനൊരു 30 ദിവസം കഥ പറഞ്ഞിട്ടുണ്ട് രാത്രികളിൽ. മാസത്തിലെ ഫുൾ ഡേക്ക് 2 മണിക്കൂർ കഥ പറഞ്ഞുകൊണ്ട് വന്ന് എനിക്ക് പിന്നീട് ഈ ബ്രീത്തിൻ്റെ പ്രോബ്ലം വന്നതോടുകൂടി കഥാപ്രസംഗത്തെ പയ്യെ മാറ്റി വയ്ക്കേണ്ടി വന്നു. ആ സമയത്ത് എന്താണോ, എനിക്ക് വേണ്ടിയാണോ എന്താണെന്നറിയില്ല, ആ സമയത്ത് കഥാപ്രസംഗത്തിൻ്റെ ജനകീയത കുറച്ചും കൂടെ നഷ്ടപ്പെട്ടിട്ട് മിമിക്രി എന്ന കലയുടെ ഒരു കുതിച്ചുകയറ്റം ഇങ്ങനെ കയറി വന്നപ്പോൾ അവിടേക്ക് പക്രു കയറുകയാണ്. ഞാൻ അവിടേക്ക് വന്നു. അതിൻ്റെ കാരണം സത്യത്തിൽ കഥാപ്രസംഗത്തെ ഒരിക്കലും അവഹേളിക്കലല്ല. കാരണം കഥാപ്രസംഗം എന്ന് പറയുന്ന കല അത്ര എളുപ്പം ആർക്കും ചെയ്യാൻ പറ്റില്ല. കുറച്ച് റിസ്ക്കാണ്, വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രേക്ഷകനെ നമ്മുടെ അവരെ ഫുള്ള് നമ്മളിലേക്ക് ആവാഹിക്കേണ്ട ഒരു കലയാണ്. മിമിക്രിയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. മിമിക്രി ചില നമ്പറുകൾ കയ്യിലുണ്ടെങ്കിൽ മതി. ഉണ്ട്. പക്ഷേ ഈ കഥാപ്രസംഗം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ടെൻഷൻ അടിച്ച് തല പുകഞ്ഞു കിടന്ന് ആത്മാർത്ഥമായിട്ട് കഥ പറയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി വരുന്നു എന്ന് പറയും. ഏത് വിഭാഗത്തിലെ ആൾക്കാർക്കും മിമിക്രി എൻജോയ് ചെയ്യാൻ പറ്റും. പക്രുവിൻ്റെ സർവസ്വവും ഒരു കാലഘട്ടത്തിൽ അമ്മയായിരുന്നു. കോളേജിൽ പോലും പക്രുവിനെ കൊണ്ടുവരുന്നത് അമ്മയായിരുന്നു. പക്രു ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പോലെയായിരുന്നു അമ്മ, പക്രു വരാൻ വേണ്ടി, പക്രുവിൻ്റെ പോയി. പക്ഷെ അമ്മ ഇത്ര തീവ്രമായൊരു സ്നേഹം പക്രുവിന് സമ്മാനിച്ചില്ലായിരുന്നെങ്കിൽ പക്രു ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ ഒന്നും അതിജീവിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു സപ്പോർട്ടും അച്ഛൻ്റെ ഒരു സപ്പോർട്ടും മറ്റുള്ള സുഹൃത്തുക്കളുടെയൊക്കെ സപ്പോർട്ട് വലുതാണെങ്കിലും ഇതിനിടയിൽ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഞാൻ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഇങ്ങനെ നിൽപ്പുണ്ട്, നമ്മളോടൊരു സ്നേഹം. ആ സ്നേഹത്തിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ പോകാൻ പറ്റും, ആ രീതിയിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, കഥാപ്രസംഗം എന്ന് പറയുന്ന കല അതിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് പ്രേക്ഷകർക്ക്
അതത്ര എൻ്റെ രസിക്കുന്നില്ല. അത് എൻ്റെ കഥാപ്രസംഗത്തിൻ്റെ കുഴപ്പം കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്ന കോമഡി ആവാം, അതുകൊണ്ടാവാം. ചുവട് മാറ്റേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യെ അച്ഛനോടൊന്ന് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വേറെ നമ്പറിലേക്ക് പോയാലോ. പച്ച സമ്മതിച്ചു, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ കഥാപ്രസംഗം, 1 മണിക്കൂർ തമാശ പരിപാടി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ കഥയെല്ലാം പറഞ്ഞ് കഥ തീർന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമാണ്. ഇനി നമ്മുടെ ഒരു കളത്തിലേക്ക് വരുവാണ്, നമ്മുടെ ഒരു ഇഷ്ട വിഭവത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഞാൻ കയറി സ്റ്റേജിൽ വരുമ്പോഴേക്കും നേരത്തെ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് അല്ല ഇപ്പോൾ ഇരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ എവിടെ നിന്നാണ് ഇത്രയും ജനം വരുന്നതെന്ന് അറിയില്ല. അപ്പോഴെന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. കാരണം ചെറുപ്പത്തിലെ ചിന്തകനായിരുന്നു. അതായത് ചെറുപ്പം എന്ന് പറയുമ്പോൾ ആ സമയം എന്നൊക്കെ പറയുന്നത് കോളേജ് കാലഘട്ടമായി. അമ്മയ്ക്ക് പക്രുവിനെ പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പോഴും കലയുടെ ലോകത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഇല്ല, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ഇരുത്തണം എന്നായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര അഭിമാനമുണ്ട്. നോക്ക് അജിബോനെ, ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതത്തിൽ അമ്മ വളരെ സന്തുഷ്ടയാണ്. നിൻ്റെ കഴിവും നിൻ്റെ സാഹസികതയും കൊണ്ട് നമ്മളിവിടം വരെ എത്തി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനം തോന്നുന്നൊരു മുഹൂർത്തമായിരുന്നു ഈ മാതൃദിനത്തിൽ എന്നെ ആദരിച്ചത്. അപ്പോളോ ഹോസ്പിറ്റലുകാർ കോഴിക്കോട് വെച്ച് എന്നെ മാതൃദിനത്തിൽ അനുമോദിച്ചു. അതൊരു ഭാഗ്യമുള്ളൊരു നിമിഷമായിരുന്നത്. അതിങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായത് കാരണം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്രു, എനിക്ക് പക്രുവിൻ്റെ അമ്മയോടുള്ളൊരു ആദരവിൻ്റെ കാരണം, സാധാരണഗതിയിൽ ഏതൊരു സ്ത്രീയും ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒന്ന് പതറും. ആ പതറൽ ജീവിതത്തിലുടനീളം അവരെ പിടികൂടും. ഒരുപക്ഷെ അമ്മയുടെ നിശ്ചയദാർഢ്യമായിരിക്കാം പക്രുവിൻ്റെ നിശ്ചയദാർഢ്യത്തെക്കാൾ കൂടുതൽ. തീർച്ചയായിട്ടും പക്രുവിനെ അങ്ങനെ കൈവിടില്ല. കുഞ്ഞിക്കോഴിയെ തള്ളക്കോഴി കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കും, അത് കഴിഞ്ഞ് പറപ്പിക്കും. അങ്ങനെ പക്രുവിനെ പറപ്പിച്ചു. ഇന്ന് പക്രു ഈ കസേരയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കസേരകളിലിരിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സാണ് നിറഞ്ഞു തുളുമ്പുന്നത്. കല്യാണമെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ സാധാരണത്തിൽ അമ്മമാരുടെ സംഭാവനകളെക്കുറിച്ച് ചിലരെങ്കിലും മറന്നു പോകും. പക്രു മറക്കാറുണ്ട്? ഒരിക്കലുമില്ല. ഇപ്പോൾ പഴയ പോലെ അമ്മ എനിക്ക് കിട്ടാത്തതിലുള്ളൊരു വിഷമമേ ഉള്ളൂ. കാരണം ഞാൻ മനസ്സിനെപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ടെൻഷനുകളോ അല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ അടുത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യും, ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. എന്തോ അമ്മയോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ അങ്ങ് മാറും, റിലാക്സ്ഡ് ആവും ഭയങ്കരമായിട്ട്. ഇത് കോഴിക്കോട് കാടിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു വേദി ഇങ്ങനെ അമ്മയെ വിളിച്ചിട്ട് 2-3 പ്രശസ്തരായ മക്കളുടെ അമ്മമാരെ ആദരിക്കുന്ന കൂടെ എൻ്റെ അമ്മയെ ആദ്യമായിട്ട് അവർ വിളിച്ച് ആദരിച്ചു. ആ സ്റ്റേജിൽ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നി, അതാണിപ്പോൾ ഇവിടെ പങ്കുവെച്ചത്. നമുക്കൊരിക്കലും എനിക്ക് തോന്നുന്നു ഒരു മക്കൾക്കും അങ്ങനെ അമ്മമാരോ ഒരിക്കലും. പക്ഷെ അമ്മ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടാവും പക്രുവിനെ ഓർത്ത്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ അന്ന് ആദ്യത്തെ സംഭവം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പിന്നെയും പലപ്പോഴും ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടാവാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണാതെ അമ്മ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ടാവാം. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ വിഷമം ഉണ്ടാവും. ഇത് എൻ്റെ അമ്മയെന്നുള്ളതല്ല സാർ, ഇതുപോലെ ശാരീരികമായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും വിഷമങ്ങളുള്ള എല്ലാ അമ്മമാർക്കും ഈ ഫീലിങ്സ് വളരെ വലുതായിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ തന്നെ എന്നെ എത്രയോ അമ്മമാർ വിളിക്കുന്നുണ്ടെന്നറിയോ സാർ, എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, അവനിങ്ങനെ ഒരു ചെറിയ കഴിവുമൊക്കെ ഉണ്ട്, അജയ പറ എന്താ ചെയ്യണ്ടേ. പക്രു, അമ്മ മകനൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ജീവനക്കാരനൊക്കെ ആയി മാറണം എന്നായിരുന്നു അമ്മ ആഗ്രഹിച്ചത്. ഏത് മുഹൂർത്തത്തിൽ വെച്ചാണ് അമ്മ പക്രുവിൻ്റെ ആരാധികയായി മാറിയത്? ഇത് ഇവരിങ്ങനെ പോയാൽ മതി. അത് ഞാൻ അച്ഛനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ധിക്കരിക്കേണ്ടി വന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഒരു 100% കാതികനാക്കാനും
കഥാപ്രസംഗത്തിൻ്റെ വഴികളിലൂടെ നടത്താനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അമ്മ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കുമല്ലോ. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചുകൂടി സ്റ്റേജ് എക്സ്പീരിയൻസ് വേണം. കാരണം ഞാൻ അതുവരെയും ടേബിളിൽ നിന്നുള്ള കളി എനിക്ക് അറിയുള്ളൂ. ഓടി നടന്ന് അല്ലെ സമയത്ത് സ്റ്റേജിൽ വന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, കുറേ ഒരു പറ്റം മികച്ച കലാകാരന്മാരോടൊപ്പമുള്ള കോമ്പിനേഷൻ, അവരുടെ കഴിവും നമ്മൾ മനസ്സിലാക്കലും അവരുടെ ടീമിന് നമ്മുടെ കോൺട്രിബ്യൂഷനൊക്കെ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ട്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മംഗളം മിമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മിമിക്സ് ട്രൂപ്പുണ്ട് കോട്ടയത്ത്. അതിൽ ഞാൻ എത്രാമത്തെ വയസ്സിലത്? അതെനിക്ക് തോന്നുന്നത് ഒരു 90-കളുടെ 90-91 ആ സമയത്തൊക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കോട്ടയം നസീർക്കെ പരിചയപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് 91-92 സ്കൂൾ യുവജനോത്സവ MG യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സമ്മാനം സലീമേട്ടനും, 2ാം സമ്മാനം എനിക്കും, 3ാം സമ്മാനം ടിനി ടോമിനുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞങ്ങൾ ആരും സിനിമയിൽ ടിനി ടോമിനെ 3ാം സ്ഥാനത്തേക്ക് പക്രു തളച്ചു. അല്ല, ഇവനെ ആദ്യം എന്നെ വന്ന് കണ്ടപ്പോൾ എന്നെ ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് ഭയങ്കര പുച്ഛഭാവമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല ഹൈറ്റും ഇതൊക്കെ, ഇവനൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷേ എന്തായാലും വളരെ യാദൃശ്യമാണ് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ 2-3 സ്ഥാനക്കാരെ എന്നെ എടുത്തുകൊണ്ട് ഈ 6 അടി പൊക്കമുള്ള ടിനി ടോമിനെ അടിച്ച് താഴെയിട്ട് കഴിയുമ്പോൾ പക്രുവിൻ്റെ എന്താ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്കന്നേരം ടിനിയെ അറിയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ നിപ്പൊന്നും അത്ര പന്തിയുള്ള നിപ്പം ആയിരുന്നില്ല. അല്ല, കാരണം എന്നെ കണ്ടുപോലില്ല. എനിക്ക് തോന്നുന്നത് എനിക്കിട്ടൊന്ന് കാല് വെച്ചൊന്ന് തട്ടിയോ എന്ന് വരെ ഒരു സംശയമുണ്ട്. കാരണം എന്നെ കണ്ടില്ല അവൻ താഴെ നിൽക്കുന്നത്. സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങനെ കയറുമായിരുന്നു. സോറി എന്ന് പറഞ്ഞ അർത്ഥം ബോധപൂർവ്വം ചെയ്താ? അല്ലല്ല, പക്ഷേ ഇത് അറിയാതെ പറ്റിയതാ. കാരണം പുള്ളിക്ക് ശ്രദ്ധയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മത്സരിക്കണ്ടല്ലേ. പക്ഷേ ഈ സമയത്തും നമ്മൾ സജീവമായിട്ട് യുവജനോത്സവങ്ങളിലൊക്കെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ സമ്മാനം മേടിച്ച് നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പകയം വന്നിട്ട് നമ്മൾ തോപ്പിക്കുന്നുള്ള കാര്യം. അതെനിക്ക് തോന്നുന്നത് ടിനി വിചാരിച്ച് കാണാൻ സാധ്യത വളരെ കുറവാണ്. വളരെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ടിനി. അതെ. ഒരു സെക്കൻഡ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ നിൻ്റെ മുഖം ഓർമ്മ വരുന്നത്. കാരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതും. ഒരു പൊറോട്ട കിട്ടിയാൽ 4 ദിവസം നിനക്ക് ജീവിക്കാം, തൃപ്തനാണ്, ഏറ്റവും കൂടുതൽ സുഖിക്കുന്നവനാണ്. ഒരു കട്ടിൽ കിട്ടിയാൽ അത് നിനക്കൊരു പരവതാനിയാണ്, ഒരു മാരുതി കാർ നിനക്കൊരു ക്യാരവനാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുഖിക്കുന്ന ഒരാൾ പക്രുവാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖിച്ച നിമിഷം ഏതാണ്? വേറൊരു അർത്ഥത്തിൽ കാണേണ്ട, നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖിച്ച നിമിഷം, ഈ നിമിഷം അത് പങ്കുവയ്ക്കുക. അത് കൂടുതൽ ഇവൻ്റെ കൂടെ തന്നെ ആയിരിക്കും. കാരണം എന്നെ കുറേ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളാണ് ഒന്നിച്ച് ഏറ്റവും കൂടുതൽ വിദേശ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയ, USA തുടങ്ങിയിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. തോളിലായിരുന്നു ബക്രു. ആ സമയത്ത് ഞങ്ങളെ കളിയാക്കുന്നത് പാമ്പും വേലായുധനൊന്നും ആയിരുന്നു. ഇത് വേലായുധം വരുമ്പോൾ ആ പാമ്പ് എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ അങ്ങനെ കുറേ വേദികളിൽ എടുത്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പക്രു ഒരു വില്ലനായി മാറി. വില്ലെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഊർജ്ജസ്വനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായി മാറി. അതായത് പക്രുവിനെ കുറിച്ച് പറയണ ഇവൻ കാണുന്ന പോലെയല്ല, ഇവൻ ആള് മുതലാണ്. ഒരുപാട് പ്രണയങ്ങൾക്ക് ഹംസമായി. അതെ, ഹംസമായി കഴിഞ്ഞപ്പോൾ പിന്നെ പക്രു തോന്നുന്നു അങ്ങനെ ഹംസം മാത്രമായിട്ട് നിൽക്കേണ്ട കാര്യം. അതെന്തൊരിടപാടാണ്. ഈ ഹംസ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമില്ല. അതിലൊരു പ്രൊമോഷൻ. പക്രു എത്ര പേരെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്? എണ്ണം പറയാൻ പറ്റില്ല സാർ. എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോണ വഴിക്കൊരു സഹായം എന്നുള്ള രീതിയിൽ. ഈ പെമ്പിള്ളേരൊക്കെ വരും കേട്ടോ ചുറ്റി നോക്കിക്കോളൂ. ഇല്ല, അവരൊക്കെ ഇപ്പൊ ആ റൂട്ടൊക്കെ മാറിയല്ലോ. ഇപ്പൊ ഹംസത്തിന്റെ ആവശ്യമില്ല. അല്ല, അവർക്ക് പഴയ പോലെ ഒരു കഷ്ടപ്പാടൊന്നുമില്ല. മൊബൈൽ എടുക്കുന്നു, ഒരു മെസ്സേജ് ചെയ്യുന്നു, ഓക്കെ എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വിട്ടുപൊക്കടാന്ന് പറഞ്ഞാൽ വിട്ടോണം. അതെ, പണ്ടങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം തോന്നി. എങ്ങനെയായിരുന്നു പക്രുവിന്റെ പ്രണയം? എൻ്റെ പ്രണയങ്ങൾ മിക്കതും ആരോടും പറയാൻ പറ്റാത്ത പ്രണയങ്ങളായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയിൽ ഇവരെങ്ങനെയാലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് പിന്നീട്. പക്ഷെ അങ്ങനെ 2-3 പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ ഞാൻ ബ്രില്യൻ്റ് ആയിട്ട് ഡീൽ ചെയ്തു. എങ്ങനെയാണ് ഡീൽ ചെയ്തത്?
അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നേരിട്ട് പോയി ചോദിച്ചു. ആ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചോദിച്ച ഭാഷ എങ്ങനെയായിരുന്നു? ചോദിച്ച ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടുകാരികളെല്ലാം മാറി നിന്ന സമയത്ത് ആ സമയം നോക്കി അവിടെ എത്തി. ഈ കുട്ടി ആദ്യം വിചാരിച്ച് വേറെ ആർക്കോ വേണ്ടി വരുന്നതായിരിക്കും. ഹംസയാണല്ലോ നമ്മൾ, ഹംസമാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ ഞാൻ വേറെ ആർക്കും വേണ്ടി വന്നല്ല, എനിക്ക് വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു അയ്യോ എനിക്കങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ ആവാൻ പറ്റുമോ? ഒരു 2-3 ആഴ്ചത്തേക്കാണെങ്കിലും മതി. എന്താണ്? അല്ല തന്നോട് ഞാൻ ഇത് പറയാൻ വേണ്ടി വരികയെന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നാണക്കേടാവും എന്ന് പറഞ്ഞു. ആ ലൈനിൽ നമ്മൾ ട്രാക്ക് മാറ്റിയിട്ടത്. ആ ശരി അങ്ങനെയാണോ ഓക്കെ എന്ന് പറഞ്ഞു. 3 ആഴ്ചത്തേക്ക് നിൽക്കാം. 3 ആഴ്ചത്തേക്ക്. ആ 3 ആഴ്ചക്കാലം അവൾ സഹകരിച്ചോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് ആ ഒരു പരിക്കില്ലാതെ അതങ്ങ് ഒഴിവാക്കി. പക്രു പിന്നെ ചെറിയൊരാളാണെങ്കിലും ഏതൊരാളുടെയും മനസ്സിലുള്ള വികാര വിക്ഷോഭങ്ങൾ പക്രുവിനും ഉണ്ട്. തീർച്ചയായിട്ടും. ആ വികാര വിക്ഷോഭങ്ങൾ സ്വാഭാവികമായിട്ടും പക്രുവിനെ ഒരു പ്രണയാതുരനായ ഒരു ചെറുപ്പക്കാരനായി കോളേജ് സമയത്ത് മാറ്റിയിട്ടുണ്ടാകാം. ഉണ്ടാവും, എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ. ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? അത് കത്തിൽ ആദ്യം തുടങ്ങുന്നത് ആദ്യത്തെ പറ്റി ഈ പ്രാണസഖി പ്രിയസഖി തുടങ്ങിയിട്ടുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എന്തായിരുന്നു നമ്മുടെ അതൊക്കെ ബോറ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്നും മോഡേണായിരുന്നു. അതെ അതെ. പിന്നെ നമ്മൾ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അല്ലാതെ ഒരുപാട് അന്നേ നമ്മൾ ഈ ട്രെൻഡിനോട് കുറച്ച്, കാരണം വ്യത്യസ്തത എൻ്റെ പ്രണയലേഖനത്തിൽ ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ അതായത് നേരിട്ട് പോയിരുന്ന് ഇങ്ങനെ ഇവരുടെ ഇതൊന്നും ഇതിൻ്റെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് നേർക്ക് നേരെ സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിപ്പോയത്. എഴുതിയിട്ട് ഏതെങ്കിലും ബുക്കിനകത്തോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ വേറൊരു ഹംസത്തെ കണ്ടുപിടിച്ച് കൊടുക്കും ധൈര്യമായിട്ട്. കാരണം ഗ്യാങ് സെറ്റപ്പ് ഭയങ്കര സ്ട്രോങ് ആണ് നമുക്ക് വേണ്ടി. ഇനിയിപ്പം എന്നെ പ്രണയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടെ കൊല്ലാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അതെ. അങ്ങനെ കോളേജ് വിടുമ്പോഴേക്കും എത്ര പ്രണയങ്ങൾ ആരംഭിച്ച് എത്ര പ്രണയങ്ങൾ അസ്തമിച്ചു? ഒരു 2, 3, 4 അത്രയൊക്കെ ഉണ്ടാവും. 2, 3, 4 ആ പെൺകുട്ടികളൊക്കെ ഇപ്പൊ കാണാം. അതില് പിന്നെ എല്ലാവരും വിളിക്കാറുണ്ട് മിക്കവാറും. അതും വളരെ എന്താ പറയുന്നത് സർപ്രൈസാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലൊക്കെയാണ്. ഈ ഒരു പ്രണയത്തിൻ്റെ ആൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് വിളിച്ചത്. അപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അവൾക്ക്. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അജയൻ അന്ന് എന്നോട് വന്ന് അന്നേരം ഞാൻ കുറച്ച് ചമ്മിപ്പോയി. കാരണം കുറേ കാലം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടും. കാരണം ഇയാള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടിക്കും അതൊരു ഇപ്പൊ ഒരു ക്രെഡിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് അതായത് അജയൻ പ്രേമാഭിർത്ഥം നടത്തിയല്ലേ പ്രണയിച്ച ആളാണ് ഞാനെന്ന് പറയാനുള്ള ക്രെഡിറ്റ്. പക്ഷേ പക്രുവിന്റെ ഭാര്യയ്ക്ക് ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അവൾ എന്നോട് ഇങ്ങോട്ട് പോന്നപ്പോഴും പറഞ്ഞെന്താണെന്നറിയോ, ഈ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ ഒരു ടെൻഷൻ വളരെ വലുതാണ്. സുഖം ഉണ്ടെങ്കിലും ടെൻഷൻ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ആ ഒരു ഉണ്ടോ ഇന്ന് രാവിലെ തുടങ്ങിയ മത്സരം അവസാനിപ്പിച്ച് വേറെ ആയി പോയിട്ടുണ്ട്. ബ്രേക്കപ്പ് എന്ന് പറയുന്നൊരു സാധനം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, വിളിക്കണ്ട. വേണമെങ്കിൽ അത് മാത്രമല്ല, ഇപ്പോൾ പ്രണയം തുടങ്ങി ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്പറൊന്നും മാറിയാൽ തീർന്നു. പെൺകുട്ടിക്ക് തോന്നും അല്ലെങ്കിൽ ബോയ്ക്ക് തോന്നുക വേണ്ടാന്ന് വെച്ചാൽ ആ കോൺടാക്ട് നമ്പർ സിം അങ്ങ് മാറ്റി കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. അപ്പോൾ ഈ അജയൻ ഈ പിന്നെ ഒരു കലാകാരനായി അതിൻ്റെ പ്രൗഢി ഒരു സ്റ്റാറായി, ഒരു ലിറ്റിൽ സ്റ്റാറായി, ഒരു മുഴുനീള സ്റ്റാറായി, ഒരു സൂപ്പർ സ്റ്റാറായി വിരാജിക്കുമ്പോൾ ഈ പെൺപിള്ളേർക്കൊക്കെ വരുന്ന പോലത്തെ SMS നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ് അങ്ങനെ അധികം വന്നിട്ടില്ല. അധികം വന്നിട്ടില്ല എന്നാ പറയണത്. അതെ, വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അല്ല. ഭയങ്കര ഇഷ്ടമാണ് കലാപരിപാടികളും നിങ്ങളെ സ്റ്റേജിൽ കാണുന്നതും പ്രോഗ്രാംസൊക്കെ കാണുന്നതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചാനലിലൊക്കെ വളരെ സജീവമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കോമഡി പ്രോഗ്രാം ഞാനും ടിനിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമൊക്കെ വളരെ ഹിറ്റായിട്ടും ഭയങ്കരമായിട്ട് നമ്മളെ ജനങ്ങൾ ആദ്യമായിട്ട് കൂടുതൽ അറിയുന്നൊരു സമയമുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് കുട്ടികളുടെ മെസ്സേജുകളും അതുപോലെ തന്നെ ചാനലിലേക്ക് തന്നെ ലവ് ലെറ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവൻ വായിച്ചിട്ടുണ്ട്. ഈ ടിനി അവന് വരാനുള്ള സാധ്യത കുറവായിരുന്നു. അല്ല, അവനെ കൂടുതലും ബോയ്സ് ആയിരുന്നു അവന് ലവ് ലെറ്റർ ആയി. അല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്രുണ്ടല്ലോ പെൺകുട്ടികളുടെ ഒരാളാണ്. ആണോ? അങ്ങനെയാണോ? അല്ലേ? ആണ്, കണ്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്.
അല്ല ഇവർക്കും ബോയ്സിനും നമ്മളോട് ഇഷ്ടക്കുറവ് ബോയ്സിന് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ഒരിക്കലും ഇല്ല. എല്ലാവരും പക്രുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പക്രു എല്ലാവരുടെയും ഡാർലിംഗ് ആയി മാറും. ഉദാഹരണം പറഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ അധ്യാപകർക്കെല്ലാം വലിയ കാര്യമാണ്. അവരെ കയ്യിലെടുക്കാനുള്ള നമ്പർ എന്താ പക്രു? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഇതാണ് സാർ, കോളേജിന് വേണ്ടി മത്സരിക്കുക. യുവജനോത്സവ വേദികൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര താല്പര്യത്തിൻ്റെ ഒരാളായി മാറും. എല്ലാവരുടെയും ഫോക്കസ് എന്നിലേക്ക് വരും. അതൊരു പ്രധാന കാര്യം. പക്രുവിൻ്റെ കോളേജിനൊരു അവാർഡ് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് കോളേജിൻ്റെ കലോത്സവ വേദികൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ക്ലാസ്സുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ഞാൻ ക്യാമ്പസിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുള്ള അന്ന് ഞാൻ അവിടെ ഉണ്ടാവും. ഇതാ വരുന്നു പക്രുവിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അജയൻ കുഞ്ഞുണ്ണി ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സൂക്തം അറിയാമല്ലോ, എൻ്റെ പൊക്കക്കുറവാണ് എൻ്റെ പൊക്കം എന്ന്. ഞാൻ അജയനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വചനം എൻ്റെ മനസ്സിൽ വരും. അജയൻ ചെറുപ്പത്തിൽ ഈ ഉയരക്കുറവ്, ഈ ശരീരഘടന, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതും അനുഭവിച്ച് കാണുമല്ലോ. അതുപോലെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ. ഇന്ന് അതിനെയെല്ലാം അതിജീവിച്ച ഒരു ലോകപ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിട്ടും തീർന്നിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അജയൻ എങ്ങനെ കാണുന്നു ഈ പരിമിതികളെ? അജയൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകനാണ്. ഇതേ എന്താ പഠിപ്പിച്ചിരുന്നത്? എക്കണോമിക്സ്. ഞാൻ CMSHS ഒളശ എന്ന് പറയുന്ന ഒരു മലയാളം മീഡിയത്തിലുള്ള ഒരു സ്കൂൾ, സാധാരണ സ്കൂളിൽ, അവിടെ തന്നെ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൂടുതൽ സമയം പ്രോഗ്രാമുകളും കുറച്ച് സമയം സ്കൂളിലും. ഒരു കണക്കിന് ഞാൻ SSLC ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അതൊരു വാശിയായിരുന്നു. കാരണം ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് കുറച്ച് സമയം മാറി നിന്നിട്ട് കുറച്ച് പഠിക്കാനൊക്കെ പറ്റി. അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സുകളും. എൻ്റെ അടുത്തൊരു ട്യൂഷൻ മാഷ് ഉണ്ടായിരുന്നു, സുനി സാർ എന്ന് പറഞ്ഞ്. അദ്ദേഹം എന്നെ ഇരുത്തി ഒരു തരത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ SSLCക്ക് ഒരു നല്ല സ്കോറിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് വരുവാണ്. അപ്പോൾ ആദ്യം ഞങ്ങളെ സ്വീകരിക്കുന്ന സാറാണ് ഇദ്ദേഹം, മാത്യു കുര്യൻ സാർ. അവിടെ നിന്ന് പിന്നീട് എന്നെ ഡിഗ്രി കടത്തി വിടുന്നതിൻ്റെ പിന്നിൽ ഈ അധ്യാപകരുടെയൊക്കെ ഒരു സപ്പോർട്ട്. കാരണം പ്രോഗ്രാമിന് പോയാലും ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ചെറിയ സമയത്തിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഉപദേശിക്കാനും, ഇങ്ങനെയൊന്നും പോയാൽ പോരാ കേട്ടോ, പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരുണ്ട്. PC എലിയാസ് സാറ്, അതുപോലെ മാത്യു കുര്യൻ സാറ്. പക്ഷെ കോളേജിൽ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം. അതെ. ആദ്യ വർഷം KSU, അത് കഴിഞ്ഞ് രണ്ടാമത് SFI, പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി സ്വന്തമായിട്ടൊരു പാർട്ടി. ഇതാരാ മുതലത്? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ സൗഹൃദ വലയങ്ങൾ വന്നു കഴിയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ക്യാമ്പസിലേക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ക്യാമ്പസിൽ കുറച്ച് പ്രശ്നങ്ങളും കലാലയ രാഷ്ട്രീയവും മരണങ്ങളും കോട്ടയത്തൊക്കെയുള്ള വിഷയമൊക്കെ ആ സമയത്തുണ്ടായതാണ്. ഒരു കുട്ടി മരിച്ചു പോയതൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഇലക്ഷനുള്ള സമയത്ത് കോളേജിൽ വിടില്ല, തല്ലുണ്ടാവും, നീ അതുങ്ങളുടെയൊക്കെ കാലിൻ്റെ ചൂട്ടി ചെന്ന് പെട്ടാൽ പ്രശ്നമാവും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കാരണം ഈ പാർട്ടിക്കാരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കാപ്പ് കുടിക്കാൻ ക്യാൻറ്റീനിലുണ്ടാവും. നാളെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് തലേദിവസം അറിയാൻ പറ്റും. അത്രയും വലിയൊരു സൗഹൃദം എനിക്കുണ്ടായി ക്യാമ്പസിൽ, പല പാർട്ടിയിൽ നിന്നും എല്ലാവരുടെയും. അങ്ങനെ പാർട്ടി മാറി. പാർട്ടി സ്വന്തമായിട്ട് ഈ പാർട്ടികളോടൊക്കെ എതിരാക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, ഇത്തരം കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി. ആ സമയത്ത് ഞങ്ങളുടെ ഈ പാർട്ടി, ഞാൻ പറഞ്ഞില്ലേ സാർ, ഈ പാർട്ടി BBC ബസേലിയസ് കോളേജിലാണ് പഠിച്ചത്. ബെസ്റ്റ് ബസേലിയൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബെസ്റ്റ് പിള്ളേരുടെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. മെമ്പർഷിപ്പ് ഫണ്ടൊക്കെ അടിച്ച് മാറിയോ? മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ, ഇല്ല, ആർക്കും ചേരാം. ബാൻഡ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് സ്വന്തമായിട്ട് പെൺപിള്ളേരായിരുന്നു കൂടുതൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. പെൺപിള്ളേർ അല്ലേ? പെൺപിള്ളേരുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ക്യാമ്പസിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തു, ബസേലിയസ് കോളേജിനെ പറ്റി. അങ്ങനെ കുറച്ച് സജീവമായിട്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ്, അത്രേ ഉള്ളൂ. മിമിക്രിക്കാരുടെ സംഘടനയും പക്രു ഉണ്ടാക്കിയല്ലോ? ഉണ്ടാക്കി അല്ലേ? ഞാനല്ല ഉണ്ടാക്കിയത്, ഞാനും അതിനകത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. ഞാനുണ്ട്, ടിനി ടോം ഉണ്ട്, അതുപോലെ KS പ്രസാദേട്ടനുണ്ട്, പിന്നെ നാദുഷിക്കയുണ്ട്. പക്ഷെ പക്രു ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തികളിലൊന്നും ഉണ്ടാവും. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങിയാലും അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പോൾ സാറ് തന്നെ ഒരു കാര്യത്തിന് വേണ്ടി രണ്ടുപേരെ വിളിക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബലമല്ലേ എന്ന് പറഞ്ഞതുപോലെ അവർക്കൊരു വലിയ സപ്പോർട്ടായിട്ട് ഞാൻ അവരോടൊപ്പം ഉണ്ടാകും.
പക്രുവിൻ്റെ സിനിമയിലേക്കുള്ളൊരു വരവ് അപ്രതീക്ഷിതമായിരുന്നു. പക്രു തന്നെ ഞെട്ടിപ്പോയി. ആരോ വീട്ടിലേക്ക് വരുന്നു. ഒരു കറുത്ത കാറ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാറിൽ നിന്ന് കുറേ പേര് ഇറങ്ങുന്നു, നേരെ വീട്ടിൽ വരുന്നു, ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അതിലിങ്ങനെ പക്രു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഉണ്ട പക്രു. കുട്ടികളൊക്കെ കളിയാക്കി വിളിക്കുന്ന പേരാ സ്കൂളിൽ. ആ ക്യാരക്ടർ ചെയ്യണം, ആനപ്പുറത്ത് കയറണം, ആനക്കാരൻ്റെ മകനാ. അപ്പം ഞാൻ ചോദിച്ചു ആനക്കാരനാരാ? അത് ജഗതി ശ്രീകുമാറാണ്. അപ്പോഴൊന്നും എനിക്ക് ജഗതി ശ്രീകുമാറിൻ്റെ വലിപ്പം അറിയില്ല. ഞാൻ കുഞ്ഞാ, 4ാം ക്ലാസ്സിൽ പഠിക്കുക, 4ാം ക്ലാസ് ആ സമയത്ത്. അങ്ങനെ വളരെ ആവേശത്തോടു കൂടി ആനപ്പുറത്തൊക്കെ കയറാം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ച് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്ന് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഒരു ചെറിയൊരു മതിൽ കെട്ട്, പുസ്തകം തലയിൽ വെച്ചോണ്ട് വന്നിട്ട് 2 തവണ ഈ തലയിൽ വെച്ചോണ്ട് ഈ പുസ്തകം കൊണ്ട് കയറാൻ വേണ്ടി ഈ മതിലിങ്ങനെ പിടിച്ച് കയറും, പുസ്തകം താഴെ പോകും. പിന്നെ ഇതെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് വീണ്ടും കയറാൻ നോക്കും, പോകും. 3ാമത്തെ പ്രാവശ്യം അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് പുസ്തകം അവിടെ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്നൊരു ക്യാരക്ടർ. അവിടെ അടുത്ത വീട്ടിലെ ഒരു ഭയങ്കര പണക്കാരൻ്റെ കുട്ടി പഠിക്കുന്നു. അയാൾ ബെൻസ് കാറിലാണ് വരുന്നത്. ഈ കുട്ടിക്ക് കോംപ്ലക്സ്. പക്രു എന്ന കഥാപാത്രം പോയി അച്ഛനോട് പറയുന്നു, അച്ഛാ ബെൻസ് കാറിലാണ് വരുന്നത്, നാളെ മുതൽ എനിക്ക് നമ്മുടെ വണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അതിനെന്താ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ആനയുടെ കാലാണ്. ആനപ്പുറത്ത് അച്ഛൻ കൊണ്ടുവന്നിരിക്കുക മകനെ. കുട്ടികളെല്ലാം കൂടുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് പൊക്കിയെടുത്ത് ബെഞ്ചിൽ ഇരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആന തപ്പി നോക്കിയിട്ട് എവിടെ കിട്ടാൻ. ആ സമയത്തൊരു നിലവിളി വിളിച്ചിട്ട് എന്നിടത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്പിളിച്ചേട്ടൻ മോനെ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അന്ന് സംയോജിതമായിട്ട് അമ്പിളിച്ചേട്ടൻ ഇടപെട്ടിട്ട് പറഞ്ഞു, അത് വേണ്ട, റിസ്ക് ആണ്, അത് വിട്ടിട്ട് നമുക്ക് ഞാനെടുത്ത് ഇവനെ പാപ്പാൻ്റെ കയ്യിലോട്ട് കൊടുത്തോളാം. അങ്ങനെ എന്നെ എടുത്തിറക്കി. അങ്ങനെ ഒരു ആന തുമ്പിക്കയിൽ ചുരുട്ടിയെടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ പോയിനെ, അന്നേ തീർന്നേനെ. ടെൻഷനായി. അതെ, കാരണം ആനയ്ക്ക് അറിയില്ലല്ലോ. ആന വല്ലോ മറ്റേ പഴമല്ലോ കഴിക്കാൻ. അല്ല, ഇങ്ങനെയുള്ള ഐഡിയ. പക്ഷെ അന്നും നമ്മൾ ആദ്യത്തെ ഒരു ശ്രമത്തിന് നമ്മൾ നിന്നു കൊടുത്തു എന്നുള്ളത്. പക്ഷെ അത് ഈ ആ സമയത്തൊക്കെ ഓർക്കുന്നുണ്ട്, ഈ നമ്മുടെ ചക്കരമ്മയ്ക്കകത്തൊക്കെ ബേബി ചാമ്പിയൊക്കെ ആനയുടെ തുമ്പിക്കയിലേക്ക് ഇരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെ പോയ കാലങ്ങളുണ്ടല്ലോ. ഇത് ഇത്തിരി റിസ്ക് ആയിരുന്നു. എൻ്റെ അടുത്ത് അമ്പിളിച്ചേട്ടനാണ് അന്ന് പറഞ്ഞ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് ആ റിസ്ക് അദ്ദേഹം ഒഴിവാക്കിയത്. അജയൻ്റെ ആ സിനിമയിലേക്കുള്ള വരവ് ഒരുപക്ഷെ സിനിമയിലെ അജയൻ്റെ അത് സംബന്ധിച്ചൊരു. ഹായ് വക്രു, നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് ഹാസ്യ സമ്രാട്ടായ ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടിയാണ് താങ്കളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അമ്പിളി അമ്മാവൻ എന്ന ചിത്രത്തോടുകൂടി നമ്മൾ സുഹൃത്തുക്കളായി. സത്യത്തിൽ ഇന്ന് പല താരങ്ങളും അറിയപ്പെടുന്നത് സിനിമാ സംവിധായകരിൽ കൂടിയാണ്. പക്ഷേ എനിക്ക് മാത്രം പക്രു എന്ന നടനിലൂടെ ഒരു സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്രു നോക്ക്, വലിയ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തിലെ ഒരു സിനിമാ സംവിധായകനും ഞാൻ അറിയപ്പെടുന്നത് പക്രുവിലൂടെയാണെന്ന്, അല്ലെങ്കിൽ ഇന്ന കലാകാരനിലൂടെ ഞാൻ അറിയപ്പെടുന്നത് ഇന്നേ വരെ അയാൾ നടത്തിയിട്ടുണ്ടാകും. ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു എന്താ പറയുക, എന്നിലെ കലാകാരനെ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിട്ട് ഈ വാക്കുകൾ ഞാൻ എടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ, അമ്പിളിയമ്മാവൻ എന്ന സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നെനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അജയൻ എന്നുള്ള വ്യക്തി ആ സിനിമയിലൂടെ ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നു, മാമോദിസ നൽകി ഉണ്ടപ്പക്രുവിലേക്ക് വരുന്നു. അതുമാത്രമല്ല, ആദ്യ ഷോട്ടും അമ്പിളിച്ചേട്ടനോടൊപ്പമാണ്. ആ കാലം തൊട്ട് അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി എനിക്ക് ക്യാമറ അഭിമുഖീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം. അമ്പിളിച്ചേട്ടൻ എന്തായിരുന്നു അമ്പിളിച്ചേട്ടൻ ഒരു മനോഭാവം? അമ്പിളിച്ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സാർ. ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു തരത്തിലും എന്താ പറയുക, മോനെ ഇങ്ങനെ ചെയ്യണം, നമുക്കറിയില്ല ക്യാമറ എന്താണ്, ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ പൈസയാണ് പോകുന്നതെന്നോ ഫിലിമിൻ്റെ വാല്യൂ. നമ്മൾ ശരിക്കും എൻജോയ്മെൻറ്റിൻ്റെ ലൈനാണ്. കാരണം ഒരുപാട് കുട്ടികളുണ്ട് ആ സിനിമയിൽ. അമ്പിളിയമ്മാവൻ ശരിക്കും ഒരു കുട്ടികളുടെ സിനിമയാണ്. അതിനുശേഷം പക്രു തിരിഞ്ഞു നോക്കിയില്ല? തിരിഞ്ഞു നോക്കി, കുറേ നോക്കിയോ? അമ്പിളിയമ്മാവൻ കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് അങ്ങ് വീണു. 4ാം ക്ലാസ്സിൽ പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 പടങ്ങൾ ചെയ്തു. ആ പടങ്ങളൊന്നും
അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ ഈ സിനിമ എന്നെ പക്രു ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സിനിമ തിയേറ്ററുകളിലൊരു വലിയ ഇതൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ദൂരദർശനിൽ മലയാള സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായിട്ട് ഇത് വന്നു. ആ കാലത്ത് ടെലിവിഷൻ എടുത്ത് മുറ്റത്ത് വെച്ചിട്ട് 100, 200, 250 പേര് ഒന്നിച്ചിരുന്ന് മലയാള സിനിമ കാണുന്ന സമയമാണ്. അതോടെ ഞാനവിടെ ചെന്നാൽ എൻ്റെ പേര് അജയൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പക്രു അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോലും അറിയാതെ അജയൻ നമ്മുടെ പക്രുവായി അങ്ങനെ മാറിപ്പോയി.